സാർ ഇങ്ങോട്ട്. എന്താ കുഴപ്പം? ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. കേറി നോക്കണോ? വീടിനകത്ത് എവിടെ ഒളിച്ചിരുന്നത് പൊക്കി എടുത്തോണം. സർ വരട്ടെ സാറേ, ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കയറി പരിശോധിക്കാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത്? കേരള പോലീസിന് ഏത് സമയത്തും ഏത് വീട്ടിലും കയറാനുള്ള ലൈസൻസ് ഉണ്ടോ? എങ്കിൽ അതെനിക്കൊന്നറിയണം. വീട്ടിൽ ഒറ്റയ്ക്കാണോ അതോ അകത്താരെങ്കിലും കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ കയറി നോക്കിയാലല്ലേ പറ്റൂ. കയറി നോക്കണോ? സാറേ, ഇത് മര്യാദകേടാ. മര്യാദകേട് കാണിക്കുന്നവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കുന്നത് അപ്പൊ മര്യാദകേടല്ലേ? അപ്പൊ അത്തരം പുണ്യപ്രവൃത്തി ചെയ്യുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ളതാണ് ഈ പോലീസുകാര്. ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയുള്ള ശിക്ഷ എന്താണെന്നറിയാലോ. സാറേ സാറേ, ഇതൊരു പൂജാമുറിയാണ്. ഒരൽപ്പം ശുദ്ധിയും വൃത്തിയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന സ്ഥലം. നാട് മുഴുവൻ നടന്ന് ഈ കാലും വച്ചോണ്ടേ സാർ ഇതിനകത്തേക്ക് കയറിയ ആ നിമിഷം ഞാൻ ഈ വീടിന് തീയിടും. സമാധാനം പറയേണ്ടി വരും. തയ്യാറാണെങ്കിൽ സാറ് കയറിക്കും. പിന്നെ ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന സ്ഥലത്തേക്ക് സെർച്ചിനെന്നും പറഞ്ഞ് ഇതുപോലെ തള്ളിക്കയറി വരുമ്പോഴേ മരുന്നിനെങ്കിലും ഒരു വനിതാ പോലീസിനെ കൊണ്ടുവരണ്ടേ സാറേ? ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടെങ്കിലും. അതുമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ സാറേ സെർച്ചെന്നും പറഞ്ഞ് ഞാൻ എന്റെ വീട് തുറന്നു തരുന്നത്? സാറേ, ഈ പറയുന്നതിൽ കാര്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിലാണെങ്കിൽ വനിതാ പോലീസ് ഇല്ല. വനിതാ പോലീസിനെ കൂട്ടി വരുന്നല്ലേ സാർ ബുദ്ധി? അവിടെയെങ്കിലും ഇല്ല സാർ. ഞങ്ങളിപ്പം പോകുന്നു. പക്ഷേ വിഷ്ണു അവൻ വരുമ്പോ പറഞ്ഞേക്ക്, അവൻ എവിടെ പോയി വിളിച്ചാലും ഞാൻ അവന്റെ പിന്നാലെ തന്നെ ഉണ്ടാവുന്നു. വിഷ്ണു? അതെന്താ ശാരദാമേ, ഇപ്പം കേക്കുവാണോ ആ പേര്? ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തകർത്തിട്ട് അവൻ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും രണ്ടും അല്ല, 30 പവൻ അവൻ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഓ അത് ശരി. അപ്പൊ അവനെ കള്ളനാക്കാനുള്ള പരിപാടിയല്ലേ സാറേ?